എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് ആണ്. അത് 30 സെപ്റ്റംബർ 30 ന്യൂസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഡൽഹി എഡിഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇന്ന് നിങ്ങൾ ഈ ന്യൂസിൽ വായിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ വായിക്കേണ്ട ന്യൂസുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളോട് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷം നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളും കൂടി അത് വായിക്കണം നല്ല രീതിയിൽ. വിട്ടുപോകരുത്. പിന്നെ നമ്മുടെ ന്യൂസിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇപ്പൊ നമ്മുടെ ഫ്രീ മെറ്റീരിയലും അതുപോലെ തന്നെ ഈ ന്യൂസിന്റെ ഒക്കെ ലിങ്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന PDF കാര്യങ്ങളും, അതുപോലെ തന്നെ മറ്റുള്ള UPSC ഫ്രീ ക്ലാസ്സുകളും ഫ്രീ മെറ്റീരിയൽസും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനലിലൂടെയാണ്. ആ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്തിട്ട് UPSC KS ബന്ധപ്പെട്ട മെറ്റീരിയൽ ഒക്കെ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഡെയിലി ഒരു ഫ്രീ UPSC ക്ലാസ് നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് സെയിം ചാനലിലൂടെ തന്നെ നടക്കുന്നത്. ക്ലാസ്സുകൾ കണ്ടു നോക്കുക. ഓൾറെഡി ഇപ്പൊ കഴിഞ്ഞ ആട്ടംകൾച്ചർ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ക്ലാസ് എടുത്ത് നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അവൈലബിൾ ആയിരിക്കും. എടുത്ത് നോക്കുക, നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ UPSC അതുപോലെ തന്നെ മറ്റുള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിക്കുന്നവർക്കും വേണ്ടി നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. 1 ഇയർ പ്രോഗ്രാമാണ്. വളരെ കുറഞ്ഞ കുട്ടികൾക്ക് ഞാൻ നേരിട്ട് മെന്റർഷിപ്പ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്റൻസീവ് ആയിട്ട് വ്യക്തമായ പ്ലാനിങ്ങും സ്ട്രാറ്റജിയോട് കൂടി എല്ലാ സമയത്തും പ്രിപ്പറേഷൻ ട്രാക്കിലൂടെയാണെന്നൊക്കെ ഉറപ്പുവരുത്താൻ പറ്റുന്ന പ്രോഗ്രാമാണ്. ആൻസർ റൈറ്റിംഗ്, NCERT, കറന്റ് അഫയേഴ്സ് തുടങ്ങിയ എല്ലാം അതിന്റെ ഭാഗമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് ന്യൂസിലോട്ട് പോവാം. ഇന്ന് പ്രധാനമായിട്ടുള്ള ഒരു ഫസ്റ്റ് ന്യൂസ് ഉണ്ടായിരുന്നത് സുപ്രീം കോടതിന്റെ ഒരു ജഡ്ജ്മെന്റ് ആണ്. അത് പറയുന്നത് സിംഗിൾ വുമൺ എന്ത് ചെയ്യാൻ പറ്റും, ഈക്വൽ അബോർഷൻ റൈറ്റ്സ് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. മുമ്പ് എന്ന് പറയുന്നത് മാരീഡും അൺമാരീഡ് ആയിട്ടുള്ള ആളുകൾക്കും പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവുന്ന ചില അബോർഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടല്ലോ, ആ റൈറ്റ്സ് ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ അത് രണ്ട് ഈക്വൽ ആക്കി കൊടുത്തുകൊണ്ട് പറയുന്ന ഒരു ജഡ്ജ്മെന്റ് ആണ്. ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് പറയുന്നത് വെച്ചാൽ ഒരു സിംഗിൾ വിമൺ വിത്ത് പ്രഗ്നൻസി 20 to 24 വീക്സ് ആണെങ്കിൽ അവർക്ക് എന്ത് സെയിം സേഫ് ആൻഡ് ലീഗൽ അബോർഷൻസ് കെയർ എന്ത് ചെയ്യാൻ പറ്റും, മാരീഡ് വിമൺ ചെയ്യുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മുമ്പുണ്ട 51 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു ലോ ആണ് ഇപ്പൊ മാറ്റം വരുത്തിയിട്ടുള്ളത്. ആ മുമ്പുണ്ടായിരുന്നത് മെഡിക്കൽ ടെർമിനേഷൻ പ്രഗ്നൻസി MTP ആക്ട് എന്ന് പറയും, 1971. അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ അൺമാരീഡ് വിമൺ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് 2024 പ്രഗ്നൻസി ഉണ്ടായി കഴിഞ്ഞാൽ അബോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിനെ പ്രോഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്താണ് ഡിസ്ക്രിമിനേറ്ററി ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി എന്ത് ചെയ്യുന്നത്, ഇപ്പം അത്തരത്തിലുള്ള വിവാഹം കഴിക്കാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രഗ്നൻസി ഉണ്ടാവുകയാണെങ്കിൽ അത് അബോർഷൻ ചെയ്യാനുള്ള ഇത് കൊടുക്കുന്നത് 20-24 വീക്കിന് ഇടയിലേ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേർക്കും പറ്റാത്തതാണ്. അപ്പൊ അത് പറയുന്ന ഈ ഒരു ഓൾറെഡി ജസ്റ്റിസ് ചന്ദ്രചൂഡൊക്കെ പറഞ്ഞത് ഡിഗ്നിറ്റി, അതുപോലെ തന്നെ പ്രൈവസി, അൺമാരീഡ് വിമൺ റൈറ്റ് ടു ചൂസ് ആസ് ടു വെദർ ഓർ നോട്ട് ബിയർ എ ചൈൽഡ് ഓർ സിമിലർ ഫ്യൂട്ടിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മാരീഡ് വിമണിനെ പോലെ തന്നെ അവർക്കും ആ ഈക്വൽ റൈറ്റ്സ് ഉണ്ടെന്നുള്ള പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു സിംഗിൾ വുമൺ എന്ത് ചെയ്യുന്നുണ്ട്, പ്രഗ്നൻസി അപ് ടു 24 ഇയർ എന്ത് ചെയ്യുന്നുണ്ട്, അബോർഷൻ ആക്സസ് ചെയ്യാനുള്ളത് റൈറ്റ്സ് നമ്മൾ അത് വേണ്ടാന്ന് വെക്കുന്നത്. അതേസമയത്ത് പ്രഗ്നൻസി എന്ത് ചെയ്യുന്നുണ്ട്, മാരീഡ് വിമണിന് പറ്റുകയും ചെയ്യും. അപ്പൊ അതെന്ന് പറയുന്നതാണ് ഡിസ്ക്രിമിനേറ്ററി ആണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അവര് കോടതി എന്ത് ചെയ്യുന്നത് എടുത്ത് കാണിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഈ ഒരു പ്രഗ്നൻസി അബോർഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി വെക്കുക. MTP ആക്ടുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. അപ്പം എല്ലാ തരത്തിലും IPSC എല്ലാ ലോയിലും എല്ലാവരും ഈക്വൽ ആക്കി ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമുക്കത് കാണാൻ പറ്റുക. അതുപോലെ മറ്റൊരു കാര്യം കൂടി അതിന് കൂടെ സുപ്രീം കോടതി പറഞ്ഞു, സെക്ഷൽ അസോൾട്ട് ഓഫ് ദി വൈഫ് ക്യാൻ എന്ത് ചെയ്യാൻ പറ്റും, റേപ്പ് ആക്കി എടുക്കാൻ പറ്റും, മാരിറ്റൽ റേപ്പ് എന്ന രീതിയിൽ എന്ത് ചെയ്യാം. സെക്ഷൽ അസോൾട്ട് വൈഫിനോട് ചെയ്ത് കഴിഞ്ഞാലും അത് എന്ത് ചെയ്യാം, സമ്മതമില്ലാതൊക്കെ സെക്സ് അസോൾട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, അത് മാരിറ്റൽ റേപ്പ് ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറ്റമായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് IPSC-യിലാണ് റെക്കഗ്നൈസ് ചെയ്യുന്നതായിട്ട് പറയുന്നത്. ജസ്റ്റ് നോക്കി വെക്കുക, IPSC ഒക്കെ കാര്യം നോക്കുക. അതാണ് ആ ന്യൂസിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസും കാര്യങ്ങളൊക്കെ ആർട്ടിക്കിൾസിൽ വരും, ആ സമയത്ത് നിങ്ങളൊന്ന് വായിക്കണം കേട്ടോ. പിന്നെ ഈ ഫസ്റ്റ് പേജ് മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് യുനെസ്കോന്റെ എന്ത് ചെയ്തിട്ടുണ്ട്, 5 ഐക്കോണിക് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവര് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് യുനെസ്കോ. അതുപോലെ തന്നെ അതിൽ ജസ്റ്റ് യുനെസ്കോ നിങ്ങളൊന്ന് വായിക്കണം. യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നിർബന്ധമായിട്ട് നോക്കണം. ഇത് ഐക്കോണിക് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് എന്നുള്ള രീതിയിൽ ആ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പൊ യുനെസ്കോ നോക്കുക. അതുപോലെ തന്നെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് എങ്ങനെ ആക്സസ് ചെയ്യും, അതുപോലെ തന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് എന്തൊക്കെയാണ്, പിന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ ഏതൊക്കെയാണ് ഒക്കെ നോക്കി വെക്കണേ, നിർബന്ധം വിട്ടുപോയത്. കേരളത്തിലുണ്ട്, നാച്ചുറലും ഉണ്ട്, മിക്സറും ഉണ്ട്, കൾച്ചറിലും ഉണ്ട്. അത് മൂന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ തന്നെ മനസ്സിലാക്കാം.
അപ്പൊ ഇവരൊരു 50 എക്സ്ക്ലൂസീവ് ആൻഡ് ഐക്കോണിക് ഹെറിറ്റേജ് ടെക്സ്റ്റൈൽസ് ക്രാഫ്റ്റ് ആണ് ഇതിപ്പോ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, റിലീസ് ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ തോഡ എംബ്രോയിഡറി, അതുപോലെ തന്നെ എന്താണ് ശുങ്കാരിയോ, അതുപോലെ തമിഴ്നാട്ടില്, അതുപോലെ തന്നെ ഹിംറോ ഹൈദരാബാദ്, അതുപോലെ തന്നെ ബന്ദ ടൈ, അതുപോലെ തന്നെ ടൈ ഫ്രം ദ സാമ്പൽപൂർ ഒഡീഷ. അപ്പൊ അത് ജസ്റ്റ് നോക്കി. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഇപ്പൊ ഈ 50 തന്നെയാണോ നോക്കണമെന്നില്ല. ചില ഫേമസ് ആയിട്ടുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചില ഏരിയയിലുണ്ടാവും. ഇപ്പൊ ഓൾറെഡി നമ്മുടെ ഏതെങ്കിലുമൊക്കെ ലിസ്റ്റുകൾ ഇതേപോലുള്ള മറ്റുള്ള ഒരുപാട് ലിസ്റ്റുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിലൊക്കെ വരുന്ന ചില ഇപ്പൊ നമ്മളിപ്പം GI ടാഗ് കിട്ടുന്ന നമ്മൾ പ്രത്യേകം പഠിക്കാറുണ്ടല്ലോ, അതേപോലെ ഈ ഒരു ലിസ്റ്റിൽ വന്ന പ്രൊഡക്ട്സുകൾ അല്ലെങ്കിൽ ഈ ഒരു എന്താണ് ടെക്സ്റ്റൈൽസ് എവിടുന്നാണ് വരുന്നത്, അതിന്റെ ഒറിജിൻ ഏത് സ്റ്റേറ്റ്സ് ആണ്, ഏത് പ്ലേസ് ആണെന്നൊക്കെ മനസ്സിലാക്കി വെക്കൽ നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ പോലെ തന്നെ എന്ത് നമ്മുടെ ഈ ഒരു യുനെസ്കോ പറയുന്നത്, അക്കോർഡിംഗ് ടു യുനെസ്കോ വൺ ഓഫ് ദി മേജർ ചലഞ്ചസ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇത്തരത്തിലുള്ള ഈ ഒരു ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മെയിൻ ചലഞ്ച് എന്ന് പറയുന്നതാണ് ലാക്ക് ഓഫ് പ്രോപ്പർ ഇൻവെന്ററി ആൻഡ് ദ ഡോക്യുമെന്റേഷൻ ആണെന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ നോക്കിയൊക്കെ നമ്മൾ എങ്ങനെ അത് പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കി വെക്കൽ നല്ലതായിരിക്കും ആ ന്യൂസുമായി ബന്ധപ്പെട്ട്. ആണ് പിന്നെ രാഷ്ട്രീയ ന്യൂസുകളൊന്നും ജസ്റ്റ് നിങ്ങൾ വായിക്കണം നിർബന്ധമില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും പറയാത്തത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണമെങ്കിൽ വായിച്ചു നോക്കാം, അത്രേ ഉള്ളൂ വിഷയം. ഓക്കെ, അതാണ് അതിൽ നിങ്ങൾ വായിക്കേണ്ട മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ന്യൂസ്. പിന്നെ നമ്മുടെ എഡിറ്റോറിയൽ കോളത്തിലോട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഹോം മിനിസ്റ്ററിന്റെ ഡിസിഷനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ PFI പോപ്പുലർ ഫണ്ടിനെ ബാൻ ചെയ്തല്ലോ, ആ ഡിസിഷൻ ഒന്ന് വളരെ പെട്ടെന്നായി പോയി. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടി ടൈം കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, റീഓർഗനൈസ് ചെയ്യാനും അതുപോലെ തന്നെ അത് ഈ ഒരു ഓക്കെ, അതുപോലെ തന്നെ മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. രാഷ്ട്രീയപരമായ കുറച്ച് കാര്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതല്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഡെമോക്രാറ്റിക് വേയിലൂടെ ചെയ്യണം എന്നുള്ളത്. ഒരേ സമയത്ത് ഇപ്പം മൈനോറിറ്റി അവരുടെ ഹേർട്ട് ചെയ്ത ഫീലിംഗ് ഉണ്ടാവാതെ മെജോറിറ്റിയിലും ഇത്തരത്തിലുള്ള കമ്മ്യൂണൽ ആയിട്ടുള്ള വയലൻസിന് പ്രചരിപ്പിക്കുന്ന പാർട്ടികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതും കൂടി പരിഗണിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഒരു റാഡിക്കലൈസേഷനും അതുപോലെ തന്നെ റീ റാഡിക്കലൈസേഷൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടാവാനുള്ള സാധ്യത പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് അതും കൂടി ഒന്ന് കൂട്ടി ആർട്ടിക്കിൾ ഒന്ന് വായിക്കാം കേട്ടോ. നമുക്ക് അതിന്റെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് അല്ല, അതല്ലാത്ത ഇന്ത്യൻ സെക്യൂരിറ്റി എന്നുള്ള ആംഗിളിൽ വായിക്കാം. പിന്നെ അതുപോലെ തന്നെ എന്ത് നമ്മുടെ CDSുമായി ബന്ധപ്പെട്ട ന്യൂസ് ആണ് ഇതും പറയുന്നത്. CDS നമ്മൾ ഇന്നലെ പുതിയ CDS ആയിട്ട് ചൗഹാൻ, ഓക്കെ, ജനറൽ അനിൽ ചൗഹാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഓൾറെഡി അത് CDS എന്നാണ് അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ ചുമതലകൾ തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താണ്. അപ്പൊ ഇതും അതിന്റെ കൂടെ ഒന്ന് വായിക്കണം. ബിപിൻ റാവത്ത് ഇവർ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് വ്യക്തമായ ഡ്യൂട്ടി മെൻഷൻ ചെയ്തുകൊണ്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അവരുടെ മെയിൻ സർവീസ് ഓപ്പറേഷൻ വന്ന് ജോയിൻനെസ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. 3 സർവീസിനും കൂടി ഒരുമിപ്പിക്കുക. അപ്പൊ അതിൽ വേണ്ട വ്യക്തമായ നിർദ്ദേശം കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കുക കേട്ടോ. ഇന്നലെ പറഞ്ഞ ന്യൂസ് ആണ്, ആ ന്യൂസ് ഒന്ന് നന്നായിട്ട് വായിക്കുക. CDSുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ നന്നായിട്ട് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇതൊക്കെ ജസ്റ്റ് വായിക്കണം നിർബന്ധമില്ല. പിന്നെ ഇത് വായിക്കട്ടോ, ഈ ഒരു ഇന്ത്യൻ റുപ്പി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും വായിക്കണം ഡ്രാഫ്റ്റ് ടെലികമ്മ്യൂണിക്കേഷൻ ബില്ല്. ഞാൻ ഓൾറെഡി പല സമയത്ത് നമ്മൾ ന്യൂസ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമുക്ക് മുന്നിലേക്ക് വന്ന ടെലികമ്മ്യൂണിക്കേഷൻ ബില്ല്. ഞാൻ അതിന്റെ ജസ്റ്റ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ പറയാം. ടെലികമ്മ്യൂണിക്കേഷൻ ബില്ലിൽ ഒരു മെയിൻ ചേഞ്ചസ് ഇപ്പം ഇത് ന്യൂസ് വരാൻ കാരണം എന്ന് പറയുന്നത് മിനിസ്റ്ററി ഓഫ് എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് കാണിക്കാം. നിങ്ങൾ കംപ്ലീറ്റ് വായിക്കണം കേട്ടോ, ഞാൻ ജസ്റ്റ് മാത്രം ഒന്ന് വായിക്കാം. മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷൻ ബില്ല് ഇപ്പം ലാസ്റ്റ് വീക്ക് പബ്ലിക് കമന്റിന് വേണ്ടി അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ടമായി ഈ ഡ്രാഫ്റ്റ് ബില്ലിൽ വരുന്നൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ഡെഫിനിഷനിൽ വന്ന എക്സ്പാൻഷൻ. ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണെന്നുള്ളതാണ് അതിൽ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് OTT കമ്മ്യൂണിക്കേഷൻ സർവീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസിൽ. അപ്പൊ അങ്ങനെ ആവുന്നതിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊരു ഇമ്പാക്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പല ഇത്തരം സർവീസുകൾ ഇപ്പം സോഷ്യൽ മീഡിയ പോലത്തെ ആളുകളും മറ്റുള്ള ഇവരൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, അവരുടെ പല കണ്ടീഷൻസ് അവരും മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോ യുവർ കസ്റ്റമർ, KYC നോംസ്, അവരുടെ ഡീറ്റെയിൽസ് ഓഫ് ദെയർ യൂസേഴ്സ്, ചില ഇൻക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ നമുക്കത് മറികടന്നുകൊണ്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമായിട്ട് പറയുന്ന പ്രൈവസി പോലത്തെ കാര്യങ്ങളൊക്കെ ബ്രീച്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിട്ടൊക്കെ എന്ത് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു ആംഗിൾ വെച്ചോണ്ട് അതൊന്ന് വായിക്കാം ഈ ഒരു ഇതിന്റെ. ഓക്കെ,
പിന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് സ്പെസിഫിക് പ്രൊവിഷൻ പറയുന്നുണ്ട്. ഓക്കെ, ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, സസ്പെൻഷൻ, ഇപ്പൊ ഇന്റർനെറ്റ് പവറൊക്കെ സസ്പെൻഷൻ ചെയ്യാനുള്ള ചില പ്രൊവിഷൻസ് കയ്യിൽ പറയുന്നുണ്ട്. അതും ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും അത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ജുഡീഷ്യൽ ഓവർസൈറ്റ് ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നത്. ജസ്റ്റ് നോക്കി വെക്കുക. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു ആക്ട് ബില്ല് എന്താണ് പറയുന്നത്, അതിന്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, മെയിൻ പ്രൊവിഷൻസ്, അതിന്റെ അഡ്വാൻറ്റേജ്, അത് നേരിടുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ അതിന്റെ ക്രിറ്റിസം, ആ രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇതൊക്കെ ജസ്റ്റ് നമുക്ക് ഒഴിവാക്കാം, അത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ നിങ്ങൾ വായിക്കേണ്ടത്, പിന്നെ ഇതൊന്നും ജസ്റ്റ് വായിക്കാം. നമ്മളിപ്പോ ഈ ചില ലിപ്സിങ്സ് പറയുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നിങ്ങൾ വായിക്കേണ്ടത് നമ്മുടെ ഫോറിൻ ടെററിസ്റ്റ് ഒക്കെ നമ്മൾ എന്ത് അഫ്ഗാൻ സിറ്റുവേഷൻ ആ മാറിയ ശേഷം, അഫ്ഗാനിലെ ഇഷ്യൂസ് മാറിയതിനു ശേഷം ജമ്മു കാശ്മീരിൽ ഒരുപാട് ടെററിസ്റ്റ് അറ്റാക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ മൈനർ ആണെങ്കിലും ഔട്ട്ഫിറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ജസ്റ്റ് നമ്മൾ പലപ്പോഴും മുമ്പ് അഫ്ഗാനിസ്ഥാന്റെ വിഡ്രോ ചെയ്യുന്നത്, അപ്പൊ അമേരിക്ക വിഡ്രോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇമ്പാക്ടിന്റെ ഭാഗമായിട്ട് പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ അതിന്റെ ഭാഗം ടെററിസം കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ചില ഡാറ്റാസ് പറയുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ നന്നായിട്ടുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ നോക്കുക കേട്ടോ. ഒന്ന് ടെററിസം, അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്റേണൽ സെക്യൂരിറ്റിയിൽ നമുക്ക് അറിയേണ്ടതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അത് വായിക്കാം. ഓക്കെ, ഇവരുടെ സ്റ്റേറ്റ്മെന്റ് അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും ചില ഡാറ്റാസ് ഒക്കെ നിങ്ങൾ എന്ത് എടുത്ത് നോക്കണം കേട്ടോ. പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഫസ്റ്റ് ഞാൻ പറഞ്ഞ ആ ആക്ടുമായി ബന്ധപ്പെട്ട ചില ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അത് നോക്കി വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈക്വൽ നെറ്റ് പ്രൈവസി ഇന്ത്യൻസിനും അതേഴ്സിനും കൊടുക്കണം എന്ന് പറയുന്ന സെന്ററിന്റെ ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു ന്യൂസും കൂടി എന്ത് ചെയ്യാം, ഒന്ന് വായിക്കാം. ഓക്കെ, അതാണ് ആ ന്യൂസ്. നിങ്ങൾ വായിക്കണം. നിങ്ങൾ വായിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയുന്നത്, ഞാൻ വളരെ ഡീറ്റെയിലോട്ട് പോകുന്നില്ല ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ ചൈന റിലേഷൻ ഇപ്പോഴത്തെ ഇപ്പം നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ പല സ്ഥലങ്ങളിലും മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ആ രാജ്യവുമായിട്ടുള്ള റിലേഷൻ, ഇന്റർനാഷണൽ റിലേഷനിൽ നമുക്ക് IR നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, അതാണ് അതിൽ നിങ്ങൾ അറിയേണ്ടത്. പിന്നെ ഇവിടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഒന്ന് വായിക്കണേ, വൈഡൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ CAD എന്ന് പറയും. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ടല്ലോ ബഡ്ജറ്റിൽ. ഓക്കെ, ലൈക്ക് ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ CAD എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പം BOP, ബാലൻസ് ഓഫ് പേയ്മെന്റിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് അക്കൗണ്ടും ഉണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട്. അപ്പൊ ആ BOP-യിൽ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മളിപ്പം ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ ലോൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത് മാറ്റി വെച്ച് ഗുഡ്സ് ആൻഡ് സർവീസിൽ അതിന്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന ഏതായിരിക്കും, CAD ആയിരിക്കും, കറണ്ട് അക്കൗണ്ടിലായിരിക്കും. അപ്പൊ കറണ്ട് അക്കൗണ്ട് ഇന്ത്യ ഡെഫിസിറ്റ് ആണ്. ഓക്കെ, ഏകദേശം 2.8% ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് വൈഡൻ ചെയ്തിട്ടുണ്ട് ആ ഡെഫിസിറ്റ്. അപ്പൊ CAD നമുക്കിപ്പം CAD തന്നെ നമുക്കുള്ളതാണ്. സർവീസ് ഉണ്ട്, അതിൽ തന്നെ രണ്ട് കാര്യമുണ്ട്, ഗുഡ്സ് സർവീസ് എന്ന രീതിയിലൊക്കെ വരാൻ പറ്റും. അപ്പൊ അതില് കറണ്ട് അക്കൗണ്ട് നമുക്കിപ്പം ഡെഫിസിറ്റ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇമ്പാക്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഡാറ്റ ജസ്റ്റ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന എക്കോണമിയിൽ നിങ്ങൾ സ്റ്റാറ്റിക് ആയിട്ട് ഭാഗം നോക്കണം, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കേട്ടോ. ഓക്കെ, ഒന്ന് നോക്കി വെക്കുക, ഇമ്പോർട്ടന്റ് ആയിരിക്കും. പിന്നെ BOP ഇതിന്റെ കൂടെ നോക്കണം, മറ്റൊരു കാര്യമാണ് BOP, അതും കൂടി നോക്കാം. ഓക്കെ, പിന്നെ ബാലൻസ് ഓഫ് ട്രേഡ് അത് നോക്കുക, BOP. അപ്പൊ തന്നെ ബാലൻസ് ഓഫ് ട്രേഡ്, BOT എന്ന് പറയുന്നത് ഇപ്പം BOP എന്ന് പറയുമ്പോൾ അപ്പൊ അതില് കറണ്ട് അക്കൗണ്ടും ഉണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട്. ഓക്കെ, ക്യാപിറ്റൽ ഈ കറണ്ട് അക്കൗണ്ട് തന്നെ വരുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒന്ന് ട്രേഡ് ഇൻ ഗുഡ്സ് വരുന്നുണ്ട്, അതാണ് BOT വരിക, ബാലൻസ് ഓഫ് ട്രേഡ് വരിക. മറ്റേതാണ് എന്ത്, ട്രേഡ് ഇൻ സർവീസ്. ഓക്കെ, സർവീസ് രണ്ടും കൂടി വരുന്ന കറണ്ട് അക്കൗണ്ട്. പൊതുവെ സർവീസിൽ നമുക്ക് സർപ്ലസ് ഉണ്ടാവാല്, പക്ഷെ ട്രേഡിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഡെഫിസിറ്റ് ഉണ്ട്. BOT ഭയങ്കര ഡെഫിസിറ്റ് ആണ്, ബാലൻസ് ഓഫ് ട്രേഡ്. അപ്പൊ അത് നോക്കുമ്പോൾ കറണ്ട് അക്കൗണ്ട് എന്ത് ചെയ്യാൻ ഡെഫിസിറ്റ് ആവാറുണ്ട്. ഇപ്പൊ റീസെന്റ് ഒരു സമയത്തൊക്കെ സർപ്ലസിലോട്ട് നമ്മൾ വന്നിരുന്നു, അത് നമ്മുടെ ഇമ്പോർട്ട് ഒക്കെ വളരെ കുറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് നോക്കുക. ഇവിടെ ഗുഡ്സ് എന്നോട്ടെ, ഗുഡ്സ് നമ്മൾ ആവശ്യത്തിൽ നമ്മൾ ആവശ്യമല്ല, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഓയിലൊക്കെ നമ്മൾ അമിതമായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതൊരു കറണ്ട് അക്കൗണ്ട് ഒക്കെ നമുക്ക് കൂടുതൽ ഡെഫിസിറ്റ് ഒക്കെ ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ, ജസ്റ്റ് അപ്പൊ ഇപ്പൊ റുപ്പീന്റെ ഡിപ്രീസിയേഷൻ കൂടി വരുമ്പോൾ നമ്മൾ ഇമ്പോർട്ട് ഒന്നും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് കൂടുതലായിട്ട് എക്സ്പെൻസീവ് ആയിട്ട് മാറുന്നുണ്ട്. അതും കൂടി പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, അതൊന്ന് വായിക്കാം കേട്ടോ. അതാണ് അതിൽ അറിയേണ്ടത്.
പിന്നെ അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഡെപ്റ്റ് തന്നെ അത് ജസ്റ്റ് ഒന്ന് വായിക്കാം, കുറച്ച് കുറഞ്ഞിട്ടെന്ന് പറയുന്നതാണ്. ഓക്കെ, അതാണ് അതിലുണ്ട്. പിന്നെ സ്പോർട്സിന് ജസ്റ്റ് നോക്കിയാൽ മതി. ഇത് കൂടി ഈ സേവിങ്സും കൂടി നോക്കാം കേട്ടോ. സീനിയർ സിറ്റിസൺസ് സ്മോൾ ഗെയിൻ സ്മോൾ സേവിങ്സിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ സേവിങ്സ് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓവറോൾ സേവിങ്സ് ഉള്ള മാക്രോ എക്കണോമിയിൽ വരുന്ന ചെറിയ ഏരിയാസ്. ഓക്കെ, അതാണ് ഇത് നിങ്ങൾ വായിക്കേണ്ടത്. ഇന്ന് നിങ്ങൾ പ്രധാനമായിട്ടും വായിക്കേണ്ട ചില ന്യൂസുകളാണ് ഞാൻ കൂടുതൽ ഇവിടെ പറഞ്ഞത്. അത് വായിക്കണം. ഓക്കെ, ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിലോട്ട് പോയിട്ടില്ല. ഓക്കെ, അപ്പോ ഇത്രയും ഏരിയാസ് നിങ്ങളൊന്ന് വായിക്കുക. നമുക്ക് നാളെ ന്യൂസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, അതുപോലെ തന്നെ UPSC പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ ഒരു PCM ക്ലാസ് നടക്കുന്നുണ്ട്, പ്രിലിംസ് കം മെയിൻസ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നടക്കുന്ന ക്ലാസ് ആണ്, സൂമിലൂടെയാണ്. കംപ്ലീറ്റ് മെറ്റീരിയൽ ടെസ്റ്റുകളൊക്കെ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ.